നമ്മൾ ഫുൾ ഒറിജിനലാണ് പറഞ്ഞാണ്ട് ഒരു വണ്ടി ചെക്ക് ചെയ്യാൻ പോയിട്ടോ. ഒരുപാട് ആൾക്കാർ എൻക്വയറി ഉണ്ടായിരുന്നു. അപ്പം ഓപ്ഷൻ ക്രിസ്റ്റ വന്നപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പോയിട്ട് വണ്ടി കാണാനാണെങ്കിൽ നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി, ഒരു പ്രശ്നവും വണ്ടിക്കില്ല. നിങ്ങൾക്കും വണ്ടി കാണുമ്പോൾ വേറെ പ്രശ്നങ്ങൾ തോന്നില്ലല്ലോ. ഇനി ഇതിന്റെ പ്രശ്നങ്ങളൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ പ്രശ്നം ഒന്ന് കേട്ടോ, ഈ ബോണറ്റ് ഉണ്ടെങ്കിൽ ബോണറ്റ് റീപ്ലേസാ. അതേപോലെ ഇതിന്റെ ബാക്കത്തെ ഡിക്കി റീപ്ലേസാ. ഇതൊന്നും പാർട്ടിക്ക് മനസ്സിലാവില്ല കേട്ടോ. അത്രയും ക്വാളിറ്റിയിൽ ഇവർ ഇത് ചെയ്ത് വെച്ചിന്. ഇതൊക്കെ എങ്ങനെ മനസ്സിലാവാറ്? പാർട്ടി ഇവിടെ നിന്ന് വണ്ടി എടുത്ത് പോകുമ്പോൾ നാട്ടിൽ കൊണ്ടുപോയി വർക്ക്ഷോപ്പ് കയറ്റുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്ത് 100% നമ്മക്ക് പ്രോപ്പർ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് വാഹനത്തിന്റെ ഡീറ്റെയിൽസും ഫോർവേഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ആ വണ്ടി ഞങ്ങൾ ഒരുപാട് മിസ്റ്റേക്കുകൾ കണ്ടപ്പോൾ എന്ത് ചെയ്ത് ഞങ്ങൾ ഒഴിവാക്കി പോകുന്നുട്ടോ. ഞങ്ങൾക്ക് ഇതൊക്കെ പെട്ടെന്ന് കണ്ടുപിടിച്ചാൽ കഴിയും. ഞങ്ങൾ ഇതിന്മേ നടക്കുന്ന ആൾക്കാരാണല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഞങ്ങളിപ്പോൾ ഒരു ഫോർച്യൂണർ ഒരു കസ്റ്റമർ ഉണ്ടെങ്കിൽ അവർക്ക് വാഹനം കാണിച്ചു കൊടുക്കാൻ പോകുന്നതാണ് ഒരു പുരയ്ക്ക്. ഇവിടെ എത്തിയപ്പോൾ രാത്രി കേട്ടോ. രാത്രി ആയാലും വേണ്ടില്ല, സാധനം തെളുങ്ങാണ്ടി. ഞങ്ങൾ വൈറ്റ് കളറിന്റെ ഭംഗി നമ്മൾ പറഞ്ഞു തരണ്ടല്ലോ നിങ്ങൾക്ക്. ആ വൈറ്റും ബ്ലാക്കും എന്നൊക്കെ പറഞ്ഞാൽ ഫോർച്യൂണറിൽ ഒരു യുണീക്ക് സാധനം തന്നെയാണല്ലോ. അങ്ങനെ രാത്രി ആയാലും നമ്മൾ ടോർച്ച് വെച്ചാണ്ട് കസ്റ്റമർക്ക് ഓരോ പോയിന്റുകളും കാണിച്ചു കൊടുക്കും. ഇതിൽ ഇപ്പൊ എന്തൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ നമ്മൾ കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കട്ടെ കാര്യങ്ങൾ. ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശേഷം രാത്രി 9 മണിയായിട്ടോ. ഇനി നമുക്ക് ചാൻസ് ഇല്ല, രാത്രിയായി. ഞങ്ങൾ റൂമിലെത്തിട്ടോ. ഇത് 2 വണ്ടി നമ്മൾ കണ്ട്. അതിൽ ഒരു വണ്ടി നമുക്ക് കുഴപ്പമില്ല, ഓക്കെ ആയിട്ടോ. പിന്നെ നിങ്ങൾക്ക് ഡൽഹി വിശേഷങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് കൂടി ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കണം ഒരു കാറ് എടുക്കുക, അത് നല്ല രൂപത്തിൽ എടുക്കണം എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്ത് കൂടെ ഡൽഹി വിശേഷങ്ങൾ നമ്മൾ കറക്റ്റ് അപ്ഡേഷൻ ചെയ്യും കേട്ടോ.